ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ. സോ അതപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ CS റാങ്കിൽ കുറച്ച് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സിനെ പറ്റി ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരും ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഹൈഡ് ആൻഡ് പ്ലേസ് ടിപ്സ് ആൻഡ് ബഗ്സ് എന്നതിനൊക്കെ പേരുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യാറ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതേപോലത്തെ കണ്ടൻറ്റും കാര്യങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒന്നാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് ആവശ്യമുള്ള ഗ്ലൂവാളോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയ കണ്ട് മാത്രം മതി. ഞാൻ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ കറക്റ്റായിട്ട് ഓർമ്മയില്ല, ഞാൻ അത് അറിയാവുന്നവർ ജസ്റ്റ് കൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ചാടി കയറുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേപോലത്തെ നിങ്ങൾ ചാടി കയറാൻ ശ്രമിക്കുക. ഫസ്റ്റ് ട്രൈയിൽ അതിൽ നടന്നില്ല, പിന്നെ ഞാൻ രണ്ടാമത്തെ ട്രൈ നടത്തുന്നുണ്ട്. നമ്മൾ പരിശ്രമം വിജയത്തിന് മുന്നോടിയാണല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും കയറിയിട്ട് പിന്നെ ഇതേപോലെ നിങ്ങൾ ഇവിടെ നിന്ന് ജസ്റ്റ് മേലോട്ട് ചാടി കയറി നിങ്ങൾക്ക് ഇതിൻ്റെ മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾ നിൽക്കുക, നിങ്ങൾക്ക് അടിയുള്ള മൊത്തം വ്യൂ കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെയൊക്കെ പോകുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയിട്ട് അടിപൊളി സ്പോട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു നല്ല രീതിക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വേറൊരു നൈസായിട്ട് ഞാൻ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളും കളിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിക്ക് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഐഡം പ്ലേസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഐഡം പ്ലേസ് കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാവുന്നവർ അറിയാത്തവരൊക്കെ ഉണ്ട്, ജസ്റ്റ് അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഞാനേതായാലും ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത ഐഡം പ്ലേസ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല, ഏകദേശം ഐഡം പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ക്യാരക്ടർ സ്കിൽ ഉണ്ടല്ലോ, ഈ ആക്റ്റീവ് സ്കിൽ, അത് നിങ്ങൾ മാക്സിമം ഇടാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ മില്ലിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ മേലോട്ട് പെട്ടെന്ന് കയറി കാണിച്ചാൽ നിങ്ങൾക്ക് ഈ അടിയിലുള്ള മൊത്തം വ്യൂ കാണാനും പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിമീസിനെ കില്ല് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്പോട്ട്. അപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ അവിടെ മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ സ്കിൽ വെച്ച് നിങ്ങൾ ഇതിൻ്റെ മേലോട്ട് പെട്ടെന്ന് കയറി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിമീസിനെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കില്ലിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് അതുകൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡം പ്ലേസ് കുറേ പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന അറിയാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഇപ്പോൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത സ്പോട്ടോടെ നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു 3 ഗ്ലൂകൾ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടെ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഐഡം പ്ലേസ് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇടുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇതേ ഒരു പൊസിഷനിൽ തന്നെ വന്നിട്ട് നിങ്ങൾ 3 ഗ്ലൂകൾ ഇതേപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഇടുക. ഇനി ജസ്റ്റ് നിങ്ങൾ ഇതിന് മേലോട്ട് ജമ്പ് ചെയ്ത് കയറി നിങ്ങളുടെ ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ കയറുന്ന പോലെ നിങ്ങൾ സ്കോപ്പ് ചെയ്ത് മാക്സിമം പെട്ടെന്ന് കയറാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ താഴത്തോട്ട് വേണമെങ്കിൽ സോൺ വരാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് നിങ്ങൾ ഇതിന് മേലെ കയറി നിങ്ങളുടെ ഫ്രണ്ടിനെ ജസ്റ്റ് ഈ ലാസ്റ്റ് ഇട്ട ഗ്ലൂ ഉണ്ടല്ലോ അതിന് മേലോട്ട് ജസ്റ്റ് അവൻ്റെ കയറിയിരിക്കാൻ പറയുക. അവിടെ ഇരുന്നിട്ട് നേരെ നിങ്ങൾ അവൻ്റെ മേലോട്ട് ചാടാൻ നിങ്ങൾക്ക് ഇതിനെ മേലോട്ട് അടിപൊളിയായിട്ട് എത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് ആ സൈഡിലൂടെ വരുന്ന മൊത്തവും കാണാൻ പറ്റും. അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൂടെ ചാടി ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് കിടന്നു പോകുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ താഴത്തോട്ട് വീഴും, കടക്കാതെ ഇരുന്നിട്ട് പോകാൻ ചിലപ്പോൾ വീഴാനും ചാൻസ് കൂടുതലാണ്, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈ താഴത്തുള്ള മൊത്തം വ്യൂ കാണാനും പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിമീസിൻ്റെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഐഡം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡം പ്ലേസ് എത്ര കയറി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത ഐഡം പ്ലേസ് നോക്കാം. അപ്പോൾ നമ്മുടെ നാലാമത്തെ സ്പോട്ട് നമുക്ക് ആവശ്യമില്ല, അത്യാവശ്യം കുത്തിപ്പിടിക്കാൻ പറ്റിയൊരു ഗണ്ണ്, അതുപോലെ തന്നെ ലോങ് അടിക്കാൻ പറ്റിയൊരു ഗണ്ണ് കൂടെ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് പെട്ടെന്ന് വരിക. എവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടെയ്നറിൻ്റെ വേണ്ടി ജമ്പ് ചെയ്ത് കയറിയിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ചാടിയിരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സൈഡിലൂടെ ഈ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെ എനിമീസ് വരാറുണ്ട്, അവരെ നമുക്ക് പെട്ടെന്ന് തന്നെ കില്ലെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ഹൈറ്റിലായതുകൊണ്ട് നല്ല രീതിക്ക് ഡാമേജ് കാരണം കൊടുത്തവർ പെട്ടെന്ന് നോക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതിൽ ഞാനാണ് നോക്കായത്, അവനെ സോണിയാക്കി വിട്ടു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ജൻസിൻ്റെ കുമ്മിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചെറിയ കുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളി എന്തുണ്ടാവില്ലെന്ന് അറിയത്തില്ല. നമ്മൾ ഈലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടീമിൽ നോക്കുകയാണെങ്കിൽ ഒരുത്തിനും വെള്ളം ലൈവ് അവനവിടെയും തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ താഴ്ത്തുന്നതായിട്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ നമ്മൾ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ താഴത്തു കൂടെ മെല്ലെ നടന്ന് പോകുന്നു. നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു. ഇങ്ങനെയൊക്കെ പഠിച്ച് അവൻ നൈസിനെ നോക്കാക്കിയിട്ട് പിന്നെ ദിമിത്രിയായിട്ട് റിവൈവ് ആവുക. നമ്മളുണ്ടോ ഇവിടുന്ന് റിവൈവ് ആയി വരുമ്പോൾ വീണ്ടും നോക്കാക്കുക, വീണ്ടും റിവൈവ് ആവുക. എന്തൊരവസ്ഥയാണ് നോക്കുക അവൻ്റെ. നിങ്ങളും ഇതേപോലെ എനിമീസിനെ പൊട്ടം കളിപ്പിക്കാറുണ്ടെന്ന് നിങ്ങൾ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞ നേരത്താണെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് കില്ല് പോകും തോന്നുന്നു. ഗ്ലൂ വാളൊക്കെ ഇട്ട് കവർ എടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യാനാ, കില്ല് കിട്ടില്ലെന്ന് അറിയത്തില്ല, എങ്ങനെയൊക്കെയാണ് കുത്തിപ്പിടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ അടുത്ത ഐഡം പ്ലേസ് എവിടെയാണ് നോക്കാം.
അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് നമുക്ക് അത്യാവശ്യം ലോങ് അടിക്കാൻ പറ്റിയ ഒരു ഗണ്ണാണ് വേണ്ടത്. അതായത് ഒരു SVD ഡ്രാഗനവ എന്നൊക്കെ പറയാം, ഒരു ഗണ്ണ് അല്ലെങ്കിൽ സ്കേസോ ലോങ് അടിക്കാൻ പറ്റിയ ഏതൊരു ഗണ്ണ്. അപ്പോൾ നിങ്ങൾ ഞാൻ നിൽക്കുന്ന പോലെ നിങ്ങൾ ഈ ഭാഗത്ത് കറക്റ്റായിട്ട് വന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സൈഡിലൂടെ ലെഫ്റ്റിലൂടെ റൈറ്റിലൂടെ ഒക്കെ വരുന്ന എനിമീസൊക്കെ ഉണ്ടല്ലോ, അവരെന്നെ പെട്ടെന്ന് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. കാരണം അതിൽ കൂടെ ഒക്കെ കൂടുതലായിട്ട് എനിമീസ് റഷ് ചെയ്ത് വരാറാവും പതിവ്. അവരെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കില്ലെടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. സ്നൈപ്പറൊക്കെ ആണെന്ന് പറയും വേണ്ട, ആ രീതിക്ക് തന്നെ കില്ലെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാനിരിക്കുന്ന ഒരു സോൺ വരുമ്പോൾ ഈ ഒരു കട്ടർ ഭാഗത്തോട്ട് പിന്നെ അപ്പുറത്തെ കട്ടറെടുത്ത് ഭാഗത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ഈ കവറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നോക്കിയത് പോലെ നിങ്ങൾക്ക് എനിമീസിനൊക്കെ നോക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അഞ്ചാമത്തെ ഐറ്റം പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളെന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിവിടെ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോട്ടീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാം.